രാഷ്ട്രീയത്തിൽ അപ്രതീക്ഷിത അട്ടിമറികളുടെ കേന്ദ്രമായിട്ട് ചേലക്കര മാറിയിരിക്കുകയാണ്. 10 വർഷമായി LDF കൈപ്പിടിയിൽ ഒതുക്കിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ UDFന്റെ കൈകളിൽ. കേവലം ഒരു ജയമല്ല, രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കിയ ഒരു മാസ് അട്ടിമറിയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. CPM അംഗം തന്നെ UDFന് വോട്ട് ചെയ്തതോടെയാണ് LDFന്റെ ചുവപ്പുകോട്ട തകർന്നു വീണത്. 24 വാർഡുകളുള്ള ചേലക്കരയിൽ ഇരുമുന്നണികളും 12 സീറ്റുകൾ വീതം നേടി തുല്യനിലയിലായിരുന്നു. ഭരണം ആർക്ക് എന്ന് തീരുമാനിക്കുന്ന നിർണായക നിമിഷത്തിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. LDFന്റെ 16ാം വാർഡ് അംഗം രാമചന്ദ്രൻ തന്റെ വോട്ട് UDF സ്ഥാനാർത്ഥി T ഗോപാലകൃഷ്ണന് രേഖപ്പെടുത്തി. ഇതോടെ 13 വോട്ടുകൾ നേടി UDF അധികാരം പിടിച്ചെടുത്തു. സ്വന്തം പാളയത്തിലെ വോട്ട് ചോർന്നതോടെ LDF സ്ഥാനാർത്ഥി K നന്ദകുമാറിന് 11 വോട്ടുകൾ മാത്രം ലഭിച്ചുള്ളൂ. ഈ വിജയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഊർജ്ജമാണ് നൽകുന്നത്. നിയുക്ത പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ വെറുമൊരു സ്ഥാനാർത്ഥിയല്ല, പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷം നേടിയാണ് അദ്ദേഹം വിജയിച്ചത്. അദ്ദേഹത്തിന്റെ ജനപ്രീതി കോൺഗ്രസിന് വലിയ മുതൽക്കൂട്ടാണ്. കഴിഞ്ഞ തവണത്തെ മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള ഗോപാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾ നൽകിയ അംഗീകാരം ഈ അട്ടിമറി വിജയം. നീണ്ട ഒരു പതിറ്റാണ്ട് കാലത്ത് ഇടത് ഭരണത്തിന് അന്ത്യം കുറിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു. ഇത് കേവലം വോട്ട് മാറിപ്പോയത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രതിഫലനം കൂടിയാണെന്ന് പ്രവർത്തകർ വിശ്വസിക്കുന്നു. അബദ്ധം പറ്റിയതാണെന്നും വോട്ട് മാറിപ്പോയതാണെന്നും രാമചന്ദ്രൻ പറയുന്നുണ്ടെങ്കിലും CPMനെ സംബന്ധിച്ചിടത്തോളം ഇത് കനത്ത തിരിച്ചടി തന്നെയാണ്. ചുവപ്പുകോട്ട എന്ന് വിശേഷിക്കപ്പെട്ട ചേലക്കരയിൽ UDF പതാക ഉയരുമ്പോൾ അത് രാഷ്ട്രീയ കേരളത്തിന് നൽകുന്ന സൂചന വ്യക്തവും കൃത്യവുമാണ്. ആസൂത്രിതമായ പ്രവർത്തനങ്ങളിലൂടെ കോൺഗ്രസ് നേടിയെടുത്ത ഈ വിജയം വരും തിരഞ്ഞെടുപ്പുകളിലും പ്രതിഫലിപ്പിക്കും എന്ന് ഉറപ്പാണ്. ചേലക്കരയിൽ ഇനി വികസനത്തിന്റെ പുതിയ യുഗം തുടങ്ങുകയാണ്. T ഗോപാലകൃഷ്ണന്റെ നേതൃത്വത്തിൽ UDF ഭരണസമിതി മികച്ച മാറ്റങ്ങൾ കൊണ്ടുവരുമെന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നു.